നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വ്യത്യാസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു വിധ ₹1 പോലും തരേണ്ടതില്ല. അതാണ് നമ്മൾ നൽകുന്ന ഗ്യാരണ്ടി. അതുപോലെ നിങ്ങളുടെ എഞ്ചിനും നമ്മൾ ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ലിക്വിഡ് ഫോമോ ഒന്നും ഉപയോഗിക്കുന്നില്ല, നമ്മുടെ പെട്രോളിലോ യാതൊരു അഡിറ്റീവ്സ് യൂസ് ചെയ്യുന്നില്ല. എന്നാലും നമുക്ക് ആദ്യം ടെസ്റ്റ് ഡ്രൈവ് ഓടിക്കാം. വണ്ടിയിൽ നമുക്ക് ഡീകാർബണൈസേഷൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമുക്കിപ്പോൾ നോക്കാൻ വേണ്ടി അതിൻ്റെ ഓരോ ഗിയറിൻ്റെ ടോർക്ക് എടുത്തുകൊണ്ടേ ഇപ്പോൾ മാക്സിമം ഓടിക്കാം. നമ്മൾ ഫുൾ ത്രോട്ടിലെടുത്ത് ഓരോ ഗിയറിൻ്റെ ത്രോട്ടിലെടുത്ത് ഓടിച്ചു നോക്കണം. ഇത് നമ്മൾ സെതസ്കോപ്പ് ആണ് കാണുന്നതിൻ്റെ തൊട്ട് തന്നെ. ഇത് ഓട്ടോമോട്ടീവ് സെതസ്കോപ്പ് എന്നാണ് പേര്. നമുക്കിപ്പോൾ അബ്നോർമൽ ആയിട്ടുള്ള നോയ്സ് കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. ഇപ്പൊ ഇൻഡക്ടർ വർക്ക് ആവുന്നുണ്ടോ? പഴയ കാലങ്ങളിൽ ആളുകൾ സ്കൂട്ടർ വയർ തള്ളിപ്പിടിച്ചിട്ട് ഇങ്ങനെ കേൾക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഇത് വെച്ച് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും. അപ്പൊ ഇൻഡക്ടർ കംപ്ലൈന്റ് ആണോ, മിസ് ഫയറിംഗ് ഉണ്ടോ, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ആദ്യത്തെ പ്രാഥമിക പരിശോധന എന്ന രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാന്നുള്ളത്. നമ്മുടെ പ്രോസസ്സ് ഇനി സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നമുക്ക് ഇതിന് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നോക്കണം. ഈ വണ്ടി ഡീകാർബണൈസേഷൻ എന്ന പ്രോസസ് ചെയ്യാൻ. അപ്പൊ അതിന് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ ഡീകംപ്രഷൻ ഉണ്ടോ, വണ്ടിയിൽ വെള്ള പുക വരുന്നുണ്ടോ, പിസ്റ്റണിങ്സിന് തേയ്മാനുണ്ടോ, അങ്ങനെ വണ്ടി ചെയ്തിട്ട് അവർക്ക് പ്രയോജനമില്ല. അപ്പൊ നമ്മൾ അത് ചെക്ക് ചെയ്തതിന് ശേഷമാണ് ചെയ്യുക. അപ്പൊ ഈ വണ്ടിയിൽ ഓൾറെഡി ഡീകംപ്രഷൻ ഒന്നും ഇല്ല. നമ്മൾ ഓയിൽ സ്റ്റിക്ക് ഊരി നോക്കിയിട്ടുണ്ട്. ഓയിൽ നല്ല രീതിയിൽ മുകളിലോട്ട് തെറിക്കാനൊന്നുമില്ല. പിന്നെ ഈ പാക്കിങ്ങിന് അവിടെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അവിടെ വലിയ കാര്യമായിട്ടുള്ള പ്രത്യക്ഷത്തിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇനിയാണ് നമ്മൾ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ ആകെപ്പാടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഒന്ന്, ഒരു വൈബ്രേഷൻ സെൻസർ സ്ഥാപിക്കുക. നമ്മുടെ സിസ്റ്റം ഒരു AI ക്യാമറ AI സിസ്റ്റം പോലെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, ഈ വൈബ്രേഷൻ സെൻസർ ഒന്ന് കണക്ട് ചെയ്യുക. വണ്ടി സ്റ്റാർട്ടിംഗ് ആണോ ഇല്ലയെന്ന് അറിയാം. അവയറൻസ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിന്റെ വണ്ടിയുടെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കും. മാനുവലായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളൂ. കിലോമീറ്റർ ഒന്ന് എൻ്റർ ചെയ്യും. കിലോമീറ്റർ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 1 lakh. നമ്മൾ ഇതോടെ എൻ്റർ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഒരു ക്യൂബിക് കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി ഏകദേശം 1400 cc ആണ്. അപ്പം നമ്മളത് സെലക്ട് ചെയ്യാണ് ചെയ്യുക. പിന്നെ വണ്ടി ഏകദേശം ഓടിയേക്കുന്നത് എത്ര കിലോമീറ്റർ ആണ്? നമ്മൾ 1,25,000 എന്തായാലും വണ്ടി ഓടിയിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പ്രോസസ് ടൈം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് തന്നെ സെൻസ് ചെയ്ത് നമ്മൾ കൊടുത്തേക്കുന്ന ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ടൈം തരികയാണ്. ഇപ്പോൾ നമുക്ക് തന്നേക്കുന്നത് 40 minutes ആണ്. ഇവിടെ എല്ലാം 0 steer ആണ്. പിന്നെ നമ്മൾ ചെയ്യാൻ മിഷനും വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സ്റ്റാർട്ട് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ കിട്ടുന്നതാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് 1 മിനിറ്റിൽ എത്ര RPM ആണെന്നുള്ളത് കിട്ടി, കൂളിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് കിട്ടി, ബൂസ്റ്റ് എത്ര, ത്രോട്ടിൽ എത്രയാണെന്ന് കിട്ടി. ഈ 2 സാധനം നമ്മൾ ഓടുമ്പോൾ മാത്രമേ മോണിറ്റർ ചെയ്തുള്ളൂ. ബാക്കിയുള്ളത് പിന്നെ മിസ് ഫയറിംഗ് ഉണ്ടോ, വണ്ടി റെഡി ആയിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമുക്കിതിൽ ഡേറ്റാസ് കിട്ടിക്കൊണ്ടേ ഇരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് അധികം ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളത് ഒറ്റ സെൻസറിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമ്മളൊന്നുമില്ല, ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത്രേ ഉള്ളൂ, ഈ ഒരു സംവിധാനമേ ഉള്ളൂ. പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി നമ്മുടെ ഇപ്പം നമ്മൾ ഓൾറെഡി ഇതിൽ കൗണ്ട് ചെയ്ത് എടുക്കുകയാണ്. ഇപ്പോൾ 39-40 മിനിറ്റ് ആയിട്ടുള്ളത്. ഇനി ഞാൻ പറയുന്നത് കൂടെ ശ്രദ്ധിക്കും. നമ്മുടെ വൈബ്രേഷൻ്റെ സെൻസർ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി മിഷൻ ഓൺ ആയിട്ടുണ്ടെന്നുള്ളത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഓസിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ടിങ്ങിലാണ്. അല്ലോ, ഞാൻ ഊരാണ്. ഇതിൽ ലിക്വിഡോ കാര്യങ്ങളോ ഫോം ചെയ്യുന്നില്ല. ഇതിൽ ഈ ഒരു 40 മിനിറ്റ് എപ്പോൾ വേണമെങ്കിലും കസ്റ്റമർക്ക് ഊതി കൊടുക്കാം. നമ്മൾ കെമിക്കലോ കാര്യങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് കാര്യം. അതുകൊണ്ടാണ് നമ്മുടെ വണ്ടി എപ്പോഴും ഈ പ്രോസസ് ഡീകാർബണൈസേഷൻ സേഫ്റ്റി എന്ന് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ കൂടുതലൊന്നും ഇപ്പോൾ GCC യൂറോപ്യൻ കൺട്രീസിൽ നിൽക്കുന്ന ആളുകൾക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് അറിയാം സർവീസിനൊപ്പം ചെയ്യുന്നൊരു സംവിധാനമാണ് ഡീകാർബണൈസേഷൻ. ഇപ്പം മറ്റ് ഷോറൂമുകളിലൊക്കെ ഡീകാർബണൈസേഷൻ പ്രോസസ്സ് നടത്താനൊരു ചർച്ചയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഇനി മുതൽ സർവീസിനൊപ്പം തന്നെ ഒരു 20,000 പീരിയോഡിക്കൽ തന്നെ ചെയ്യുന്നൊരു സംവിധാനമായിട്ട് ഡീകാർബണൈസേഷൻ മാറുമെന്ന് തോന്നുന്നു. ഇപ്പോൾ നമുക്കറിയാം, ഡൽഹി പോലുള്ള സംസ്ഥാനങ്ങളിൽ പൊല്യൂഷൻ്റെ അളവിൻ്റെ പ്രശ്നങ്ങൾ, ഓക്സിജൻ്റെ അളവൊക്കെ തീരെ കുറവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലേക്കും ഇതൊക്കെ ഒന്നും വ്യാപിക്കാതിരിക്കാൻ നമുക്ക് ഈ ഒരു പ്രോസസ്സ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തപ്പോൾ കസ്റ്റമറിനെ നമ്മൾ ഈ ഒരു സംഭവം കാണിച്ചു കൊടുത്തതാണ്. ഇതിൻ്റെ എഞ്ചിൻ്റെ നോയ്സ് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞിട്ട് നമ്മൾ കാണിച്ചു കൊടുത്തതാണ്. ഇപ്പോൾ ആ നോയ്സിൽ എന്തായാലും ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ എഞ്ചിൻ നേരത്തെ നല്ല സൗണ്ട് ഉണ്ട്, അകര സൗണ്ട് എന്നുള്ളത്. ഇത് സ്റ്റാർട്ടിംഗ് ആണ്. നമ്മൾ ചെയ്ത ഉടനെ റിസൾട്ട് കിട്ടിയൊരു സംഭവമാണ്. പക്ഷേ ഇതിന് ആഫ്റ്റർ ഇനിയും നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. വണ്ടിയുടെ എഞ്ചിൻ സൗണ്ട് കുറച്ചുകൂടെ സൈലൻ്റ് ആവും, ആ ലാഗ് മാറും. ഇനി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ചു നോക്കാം. നമുക്ക് ആദ്യത്തെ നമ്മൾ പറഞ്ഞ 3 കാര്യങ്ങളാണ് വണ്ടിയിൽ മാറ്റം വരുമെന്ന് പറയുന്നത്. ഒന്നും വണ്ടിയുടെ വൈബ്രേഷൻ കുറയും, എഞ്ചിൻ സൗണ്ട് കുറയും, അതോടൊപ്പം തന്നെ പുകയും മൈലേജൊക്കെ ഒരു എഫിഷ്യൻസി കിട്ടുമെന്നുള്ളതാണ്. പുക കുറയും, മൈലേജിൻ്റെ എഫിഷ്യൻസി കിട്ടുമെന്ന് പറയാം. ഇപ്പോൾ അതിൽ നമുക്ക് ആദ്യത്തെ റിസൾട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എഞ്ചിൻ്റെ നോയ്സ് കുറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 2 നമുക്ക് ചെക്ക് ചെയ്യാം.
അപ്പോൾ കാർബൺ നമ്മൾ ചെയ്തതിൻ്റെ അത്രയും കാർബണാണ് ചാടിയത്. ഇപ്പം സാറിന് ആ സൗണ്ട് വ്യത്യാസം മനസ്സിലായില്ല? ഇപ്പോൾ നമ്മളിപ്പം നേരത്തെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ഓടിച്ച സമയത്ത് ഞാൻ കസ്റ്റമറിനോട് പറഞ്ഞായിരുന്നു, സാർ ഇത് ഇച്ചിരി ലാഗ് അടിച്ചിട്ട് അതായത് നമ്മളിപ്പോൾ കാല് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു വണ്ടി നീങ്ങുന്നത്. കാല് കൊടുത്ത ഒപ്പം തന്നെ നീങ്ങത്തില്ല. ഇപ്പം ഞാൻ ഇത്രയും ഡൗൺ ചെയ്തു, 4th ഗിയറിലുമാണ്. ഇപ്പം ഇത്രയും ഡൗൺ ചെയ്തിട്ട് ഞാൻ ഇപ്പം ഡിസെൻഗേജ് ആക്കി, ഞാൻ കാല് കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലേ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഇപ്പം തന്നെ ഉണ്ടല്ലേ. ഇപ്പം ഞാൻ 5 ഗിയറിൽ ഇപ്പം ഇത്രയും ഞാൻ ചവിട്ടി വെച്ച് കണ്ടോ, സ്ലോ ചെയ്തു. ഇപ്പം ഞാൻ 5 കൊടുത്തു. നേരത്തെ ഈ സാഹചര്യത്തിൽ നമുക്ക് എന്ത് വരുന്നു, വണ്ടി മൊത്തത്തിൽ വൈബ്രേഷൻ അടിച്ചിട്ട് ഗിയർ ഡൗൺ ചെയ്യേണ്ട സാഹചര്യമില്ല. ഇത്രയും ചവിട്ടി നിർത്തിയിട്ട് 5 തന്നെ വീണ്ടും എടുക്കുമ്പോൾ ഓടിച്ചു നോക്കാം. ഇപ്പം അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. നിലവിൽ നമ്മൾ ഡീകാർബണൈസേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കസ്റ്റമറിൻ്റെ വണ്ടി നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം നമ്മുടെ ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ വണ്ടിയുടെ ഒപ്പം തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു. അദ്ദേഹത്തെ പറഞ്ഞു, അദ്ദേഹത്തെ കൊണ്ട് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു അതിൽ ചെറിയ എന്തായാലും വ്യത്യാസം വണ്ടിയിൽ വന്നിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ അത് സ്റ്റാർട്ടിങ് മാത്രമാണ്, തീർച്ചയായും ഇനിയും വ്യത്യാസം വരും. അപ്പം നമ്മുടെ ചെയ്യുന്നത് യാതൊരു കെമിക്കലൊന്നും യൂസ് ചെയ്യുന്നില്ല. 40 മിനിറ്റത്തെ പ്രോസസ്സാണ്. നമ്മൾ ആകപ്പാടെ ഇതിലടിക്കുന്ന എയർ ഫിൽട്ടർ മാത്രമാണ്, കെമിക്കലോ അഡിറ്റീവ്സോ യൂസ് ചെയ്യുന്നില്ല. അത് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നത്, നമ്മൾ യാതൊരു കെമിക്കലോ അഡിറ്റീവ്സോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മൾ വണ്ടിയിൽ എന്ത് പ്രോസസ്സാണോ ചെയ്യുന്നത് അതേ പ്രോസസ്സിനെ ഒന്ന് ഹൈജാക്ക് ചെയ്ത് ചെയ്യുക. പിന്നെ നമ്മൾ കംപ്ലീറ്റ് മോണിറ്റർ ചെയ്യും. 100% നമ്മളോട് ചെയ്യുന്ന എല്ലാ കസ്റ്റമർക്കും നമ്മൾ 100% സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും, അതേപോലെ റിസൾട്ടും കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു വണ്ടിയിൽ ഡീകംപ്രഷനോ അല്ലെങ്കിൽ മറ്റ് കംപ്ലൈൻ്റ് ഒക്കെ ഉള്ള വണ്ടികൾ നമ്മൾ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യും, നമ്മൾ അങ്ങനെയുള്ള എല്ലാത്തിനും ലിക്വിഡ് ഫോം ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് കെമിക്കലാണ്. ആ കെമിക്കലിന്റെ തോത് ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ ഡീകാർബണൈസേഷനെ വിരോധിക്കുന്ന, അത് ചെയ്യണ്ട എന്ന് പഴയ കാലങ്ങളിൽ പറയാനുള്ള മെയിൻ കാരണം ലിക്വിഡാണ്. ലിക്വിഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ എഞ്ചിനൊക്കെ സ്ക്രാച്ച് വരുത്താം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുമല്ല നമുക്ക് അതിൻ്റെ അകത്ത് കാർബണിൻ്റെ ഡെപ്പോസിറ്റിൻ്റെ തോത് കാര്യങ്ങളൊന്നും അറിയാതെ എല്ലാത്തിനും നിശ്ചിത അളവിൽ, ചിലപ്പോൾ 30,000 ഓടിയ വണ്ടിയിലും ഈ നിശ്ചിത അളവിൽ തന്നെ കൊടുക്കുന്നു, 80,000 ഓടിയ വണ്ടിയിലും അതേ അളവിൽ തന്നെ കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് റിസൾട്ട് വേരിയേഷൻ കാര്യങ്ങളൊക്കെ വരും. അതേപോലെ തന്നെ വണ്ടിയിൽ ആഫ്റ്റർ എഫക്റ്റ് പ്രശ്നം വരും. അതുകൊണ്ടാണ് നമ്മൾ GCC യൂറോപ്യൻ കൺട്രീസിൽ ചെയ്യുന്ന ജർമ്മൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു മെഷീൻ ഉപയോഗിച്ച് നമ്മൾ ഡീകാർബണൈസ് ചെയ്യും. നമ്മൾ ലിക്വിഡ് ഫോമോ ഒന്നും ഉപയോഗിക്കുന്നില്ല, നമ്മുടെ പെട്രോളിലോ യാതൊരു അഡിറ്റീവ്സ് യൂസ് ചെയ്യുന്നില്ല. ചെയ്യുന്ന ആളുകൾക്ക് എന്തായാലും 100% നമ്മൾ ഇത് കൊടുക്കും. നിങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്കൊരു വ്യത്യാസം ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു വിധ 1 രൂപ പോലും തരേണ്ടതില്ല. അതാണ് നമ്മൾ നൽകുന്ന ഗ്യാരണ്ടി. അതുപോലെ നിങ്ങളുടെ എഞ്ചിനും നമ്മൾ ഗ്യാരണ്ടി നൽകുന്നുണ്ട്.